ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ +1ലേക്ക് കടന്നിട്ടുള്ള ആദ്യത്തെ പരീക്ഷയായിരുന്നു ഓണം എക്സാം എന്ന് പറയുന്നത്. ചിലവർക്ക് വെക്കേഷന് മുന്നേ ആയിരുന്നു, ചിലവർക്ക് വെക്കേഷന് ശേഷമാണ്. എങ്ങനെയൊക്കെ ആയാലും +1ൽ എങ്ങനെയാണ് എക്സാം, അതേപോലെ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നതിനെ പറ്റിയൊരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. 10ാം ക്ലാസ് വരെ പഠിച്ചതുപോലെയല്ല, +1ൽ വളരെയധികം കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ എക്സാമിന് വേണ്ടി പഠിക്കാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കണം എന്ന് പറയുന്നത്? കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്കിനി പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. CA, CMA, SCCA പോലുള്ള കോഴ്സുകൾ. ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് +1 +2 ആണ്. സോ ബേസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടില്ല എന്നാണെങ്കിൽ അവിടെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇപ്പോഴേ നമ്മൾ +1ലെയും +2ലെയും കോൺസെപ്റ്റ്സ് ഒക്കെ അടിപൊളിയായി തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ കണ്ടക്ട് ചെയ്തിരിക്കുന്ന എക്സാംസ് ആണ്. അതായത് സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഗവൺമെൻറ് തന്നെ നടത്തുന്ന കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ അത്രയും വർഷം ചോദിക്കാതിരുന്നൊരു കാര്യമായിരുന്നു ടാബുലേഷൻ്റെ ഒരു ഡെഫിനിഷനെ പറ്റിയിട്ട്. എന്താണ് ടാബുലേഷൻ എന്നതിനെ പറ്റിയിട്ടാണ് പബ്ലിക് എക്സാമിന് ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്തരത്തിൽ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും തിയറി ആയിക്കോട്ടെ, ഇക്വേഷൻസ് ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. സോ നമ്മൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുകയാണെങ്കിൽ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും നമ്മൾക്കതിന് ഉത്തരം കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആയിരുന്നു നമുക്ക് ഓണം എക്സാമിന് ഉണ്ടായിരുന്നത്. അത് പക്ക തിയറി ആയിരുന്നു, കാര്യപ്പെട്ട ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇനി 5ാമത്തെ ചാപ്റ്റർ തൊട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് വരുന്നുണ്ട്. 8 ചാപ്റ്റേഴ്സോളാണ് നമുക്കിനി ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. അതായത് 1 തൊട്ട് 8 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി 8ാമത്തെ ചാപ്റ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റിയാണ്. ആ പ്രോബബിലിറ്റിയിൽ കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് ആയാലും തിയറീസ് ആയാലും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. മാർക്ക് അല്ലെങ്കിൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുന്ന ലെവലിൽ മാത്രം ആലോചിക്കാതെ കോൺസെപ്റ്റ് ലെവലിൽ നിങ്ങൾ പഠിക്കുക. കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ മാർക്ക് എന്താണ് പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല ബാക്കി എല്ലാ വിഷയങ്ങളും ഇതേപോലെ തന്നെ നമ്മൾ കോൺസെപ്റ്റ്സ് എല്ലാം സെറ്റാക്കി പഠിക്കേണ്ടതുണ്ട്. കോൺസെപ്റ്റ്സ് എല്ലാം ഇതുപോലെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവ ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.